ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 6 മുതൽ 31 വരെ ഒരു നക്ഷത്രത്തിന് പ്രത്യേകം ഉണ്ടാകുന്ന ഗുണങ്ങളും നേട്ടങ്ങളും സാമ്പത്തികമായി അവർ ഉയർച്ചയുമൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ നക്ഷത്രത്തിന് കുറച്ച് ശനി ദോഷങ്ങളും പിതൃദോഷങ്ങളും ഒക്കെ ഉള്ള നക്ഷത്രങ്ങളാണ് ചിലർ രാശിപ്രകാരം. അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ശരിയാക്കി എടുത്താൽ, അത് മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകും. ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തി വേണം ഇതൊക്കെ നിങ്ങൾ കേൾക്കുവാനും അതിന്റെ പരിഹാരങ്ങളൊക്കെ കാണുവാനും. ഏതായാലും ആ നക്ഷത്രത്തിന് ഒരു നല്ല സമയമാണ് 2026 മാർച്ച് 6 മുതൽ സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളുടെ തടസ്സമൊക്കെ മാറും. സന്താനങ്ങളുടെ ഗുണ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. വിശാഖം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. സന്താനങ്ങൾക്ക് നല്ലൊരു അവസരം, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, ജോലിയൊക്കെ ലഭിക്കാനുള്ള സമയമാണ്. ആദ്യ പകുതിക്ക് ശേഷം ചില ദുർവ്യയങ്ങളിലൂടെ സാമ്പത്തിക വിഷമങ്ങളൊക്കെ നടന്നിരുന്നത് മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളതാണ്. നന്നായി ജപം ചെയ്യുക, യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശമൊക്കെ തേടും നന്നായിരിക്കും. ശനി ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം, പിതൃദോഷങ്ങൾ മാറ്റിയെടുക്കണം. ശനി ആണ് ചിലപ്പോൾ ഈ വിശാഖ നക്ഷത്രത്തിന് ഈ ചുറ്റാലെ കൂടിക്കൊണ്ടിരിക്കുന്നത് ചില രാശിക്കാർക്കാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാറ്റിയെടുത്താൽ നിങ്ങളുടെ ജീവിതം വളരെ ഉന്നതിയിലെത്തും. ആദ്യ പകുതി ഗുണകരമാണ് എന്ന് പറഞ്ഞതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശാനുഭവങ്ങൾ കുറേയൊക്കെ ഒഴിവാക്കാനും ശേഷം വരുന്ന സത്കർമ്മങ്ങൾ പ്രതീക്ഷിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നതൊക്കെ മാറ്റിയെടുക്കുവാനും ഒക്കെ പറ്റും. അടിയന്തിരമായി ചെയ്യേണ്ടത് ദോഷഫലങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അനിയന്ത്രിതമായ ക്ഷോഭം പല വിപത്തുകൾക്കും വഴിയൊരുക്കും. അതൊന്ന് ആലോചിച്ചൊക്കെ വേണം ചിലതൊക്കെ പോയി സംസാരിക്കുവാനും. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്തൊക്കെ മാറി നിൽക്കുന്ന നന്നായിരിക്കും. അനിഷ്ടമുണ്ടാക്കുന്ന സംസാരമൊക്കെ ഒഴിവാക്കണം. പകർച്ചവാദികളൊക്കെ പിടിവിടാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. ചൂടുകാലമാണ്, അതുകൊണ്ട് അതനുസരിച്ച് പോകുന്ന വഴിക്കൊക്കെ വെള്ളം കുടിക്കുന്നതിലും മറ്റു ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലുമൊക്കെ കുറച്ച് സൂക്ഷിക്കണം. ദൂർത്ത് ഒഴിവാക്കണം. വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങളാണ്. ധനാഗമം വർദ്ധിക്കുന്നതൊപ്പം ചെലവുകളും കൂടും. അതുപോലെ ബാധ്യതകളൊക്കെ തീർക്കുന്നതിന് അക്ഷീണം പ്രയത്നിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഈ മാർച്ച് മാസത്തിൽ നല്ല പെട്ടെന്നുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. പലരെയും സഹായിക്കാൻ ശ്രമിച്ചിരുന്നതാണ്, പക്ഷേ നടന്നെങ്കിൽ തന്നെ ഇനി അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ച് മാത്രമേ നടത്താവൂ. ആരെയും അന്ധമായി വിശ്വസിക്കുകയൊന്നും ചെയ്യരുത്. അതുപോലെ പുതിയ ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ ലഭ്യത തുടങ്ങി സന്തോഷം തരുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരും. അധികാരികളുടെ പ്രീതി ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് 6-ാം തീയതി തൊട്ട് അങ്ങോട്ട് തുടങ്ങിയാണ് സമയങ്ങൾ. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദോഷങ്ങളൊക്കെ ഉള്ളവർ മാറ്റിയെടുക്കണം. ചിലർക്ക് ശനിദോഷങ്ങൾ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്താലും അങ്ങോട്ട് മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ്. തട്ടിയും മുട്ടിയും പോകുമെന്ന് പറഞ്ഞ പോലെ തട്ടിയും മുട്ടിയും പോയാൽ പോരാ, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് നിങ്ങൾ മുന്നിട്ടിറങ്ങുക തന്നെ വേണം. നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറ്റണം. നല്ല പ്രയത്നം വേണം. അതിഥി സൽക്കാരത്തിനും ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ഒക്കെ അവസരം ലഭിക്കും. പല പ്രകാരത്തിൽ ധനലാഭം ഉണ്ടാകുന്ന മാസമാണ്. അമിത വ്യയം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കരാറുകാരാണെങ്കിൽ കിട്ടാനുള്ള പണലഭ്യത നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാകും. ഭൂമി വാങ്ങുകയോ കരാറായി ഏറ്റെടുക്കുകയോ ചെയ്യാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതൊക്കെ നോക്കണം. ശത്രുക്കളെ കരുതിയിരിക്കണം. സ്ത്രീയും പുരുഷനും നല്ല വിവാഹാലോചനകളൊക്കെ വരും. അതുപോലെ ജോലിക്കായി കാത്തിരുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണ്. ടെസ്റ്റുകൾ പാസ്സായിരിക്കുന്നവർക്ക് അതിനുള്ള മെമ്മോയൊക്കെ വരും ജോലിക്ക് കയറാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ഇച്ഛയനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു അനുകൂലം നിങ്ങൾക്കുണ്ടാകണം. അതിന് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ആവശ്യമാണ്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കാൻ ശ്രമിക്കുക. ഫലപ്രാപ്തി ഉണ്ടാകും. സാമ്പത്തിക ഭദ്രതയും കുടുംബാഭിവൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജാതകത്തിൽ കാണുന്നുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരും. വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമം സത്യമാകും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളും ആഭരണങ്ങളും ഒക്കെ തിരികെ ലഭിക്കുന്ന സമയമാണ്. അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. ലളിതമായ ജീവിതശൈലി അവലംബിക്കുന്ന വഴി മനസ്സമാധാനം ഉണ്ടാകും. വാഹന ഉപയോഗം കുറച്ചൊക്കെ സൂക്ഷിക്കണം ഈ മാസം. അതുപോലെ അന്യ വ്യക്തികളോട് ആഗ്രഹങ്ങൾ തോന്നുകയും തൽഫലമായി അപകീർത്തി ഉണ്ടാവുകയും ചെയ്യുന്നൊരു സമയം കൂടിയാണ്. അത് ശ്രദ്ധിക്കുക. സ്ത്രീകളുമായുള്ള കൂട്ടുകെട്ടുകളൊക്കെ കുറച്ച് നിർത്തുക. പലർക്കും അങ്ങനെ കൂട്ടുകെട്ടുള്ള ആൾക്കാരാണ് വിശാഖ നക്ഷത്രക്കാർ. വീട്ടിൽ ഇരിക്കുന്ന വാഹനത്തിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരും. ഏതായാലും വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം ഉണ്ടായിരുന്നു, മാറി വരും. അലസത, അനുസരണ ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ മാസം നല്ല രീതിയിൽ മാറി നല്ല ഒരു മേഖലയിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ പഠിത്തത്തിൽ ഉപരിപഠനത്തിനോ പഠനത്തിന് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. സ്ത്രീ ആയാലും പുരുഷനായാലും. അതുപോലെ സഹോദരങ്ങളുമായി വിരോധമായി തീരുന്ന ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കരുത്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അത് ശ്രദ്ധിക്കണം. അല്പം ശാരീരിക അസ്വസ്ഥതകളും മടി പോലുള്ള അവസ്ഥകളും ഒക്കെ ഉണ്ടാകും. ഉന്മേഷക്കുറവും അലസതയും കൊണ്ട് പല കാര്യങ്ങൾക്കും മുടക്കം വരും. ശരീരത്തിൽ മുറിവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ചെറിയ സാധ്യതയുണ്ട്. നന്നായി ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായോ പരിസരവാസികളുമായോ ഉണ്ടായിരുന്ന കലഹങ്ങളൊക്കെ മാറി നല്ല ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണ്.
ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും എന്ന് പറഞ്ഞതുപോലെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രയിലാണ് ശ്രദ്ധിക്കേണ്ടത്. ആഹാര ക്രമീകരണം നമുക്ക് നന്നായി നടത്തണം. ആചാരപരമായ പ്രാർത്ഥനകൾ നന്നായി നടത്തണം. സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ചില കാര്യങ്ങളിൽ നിങ്ങളെ ചിലപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതൊക്കെ നിങ്ങളെ ഒന്ന് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മുന്നോട്ട് പോകണം. ദൂരെ യാത്രകൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. ഈ മാർച്ച് മാസം 6-ാം തീയതി മുതൽ 31 വരെ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. തിരിഞ്ഞും മറിഞ്ഞും വരുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ദോഷങ്ങളുണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. ശനിദോഷം ഭരിക്കുന്ന നക്ഷത്രങ്ങൾ തീർച്ചയായും മാറ്റിയാൽ മാത്രമേ ഉയർച്ചയുണ്ടാവും. മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് നിങ്ങളുടെ ജന്മനാ ഉള്ള ചില ദോഷങ്ങളായിരിക്കും. യാത്രകൾ കരുതലോടെ വേണമെന്ന് പറഞ്ഞത് യാത്രയിൽ ചിലപ്പോൾ ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. ഏതായാലും മുൻകോപവും ക്ഷമയില്ലായ്മയും കൊണ്ടും നേരത്തെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാണ്. അനാവശ്യ ചെലവുകൾ ഉണ്ടായിരുന്ന നേരത്തെ അത് മാറി വരും. സർക്കാർ ജീവനക്കാർ മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാൻ ശ്രമിക്കണം. വിചാരിക്കാതെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്ന സമയമാണ്. ഉദ്യോഗ കയറ്റം വരും. ശത്രുക്കളെയൊക്കെ നിഷ്ഫലരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾ കാത്തു ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ഷേത്ര ദർശനവും തീർത്ഥയാത്രകളും കൊണ്ട് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കും. പിതൃസ്ഥാനീയരിൽ നിന്ന് ഉപദേശങ്ങളും സഹായങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. വിഷഭീതി ഉണ്ടാവാതെ സൂക്ഷിക്കണം. ദൈവാധീനം കൊണ്ട് പല പ്രതിസന്ധികളെയും നിങ്ങൾ തരണം ചെയ്യും. കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. വസ്ത്രസംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുവാനിടയുണ്ട്. വരുമാനത്തിൽ നല്ലൊരു ശതമാനം കടം വീട്ടാൻ ഉപയോഗിക്കും. അതുപോലെ വിശാഖ നക്ഷത്രക്കാർ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. അതുപോലെ വിശാഖ നക്ഷത്രക്കാർക്ക് ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ ശല്യം ചെയ്തിരുന്നതൊക്കെ പൊതുവെ മാറി വരും. പൊതു ചടങ്ങുകൾ ഇവർക്ക് നേതൃത്വ സ്ഥാനത്ത് എത്താനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. ആത്മപ്രഭാവത്താൽ ദുഷ്പ്രചരണമൊക്കെ നിഷ്പ്രഭമാകുന്ന സമയമാണ്. എതിർപ്പുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ മാറി വരുന്നു. മാനസികമായ ശക്തി ഉണ്ടാകുന്നു. ഉന്നതമായ ചിന്തയും ബുദ്ധിയും ഉണ്ടാകുന്നു. എല്ലാ കാര്യങ്ങളിലും പക്വത പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകും. വിശാഖ നക്ഷത്രക്കാരുടെ ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പണം ചെലവാക്കണം. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. കുറച്ചൊക്കെ ശത്രുക്കൾ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നത് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. സ്വത്ത് ഭാഗം വയ്ക്കുന്നത് സംബന്ധിച്ചുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറും. ദൂരെ യാത്രകൾ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമായിട്ട് പരിചയപ്പെട്ടാൽ അവർ മുഖേന നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ ഉയർച്ചയുള്ള എന്തെങ്കിലുമൊക്കെ ലഭിക്കാനൊക്കെ കഴിയും. കരുതലോടെ വേണം. അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് അതൊക്കെ മാറ്റം വരും. അഭിപ്രായങ്ങളൊക്കെ പലരോടും പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ഗൃഹാന്തരീക്ഷം നല്ല രീതിയിൽ പോകും. ദമ്പതികൾക്ക് കഴിയുന്നതും നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും. പിണക്കങ്ങളൊക്കെ മാറി ഒരുമിച്ച് കഴിയാനുള്ള അവസരം ഉണ്ടാകും. മാറി നിന്നവർക്ക് എന്തായാലും മക്കളുടെ കാര്യത്തിലൊക്കെ നല്ല ഉന്നതിയാണ്. ജോലി സംബന്ധമായി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതാണ്. വിശാഖ നക്ഷത്രക്കാരുടെ സമയം തെളിഞ്ഞു വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫലങ്ങളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകാം, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകണം. അത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ രാശിപ്രകാരം ജാതകപ്രകാരം എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാവും. മാർച്ച് മാസം തുടങ്ങുമ്പോൾ തന്നെ നല്ല സമയമായിരുന്നു. എങ്കിലും 6-ാം തീയതി മുതൽ നിങ്ങൾക്ക് 31 വരെ ആവശ്യമായ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ പരമാവധി ചെയ്യേണ്ട ക്രിയകളൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ഒക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും വിശദമായ കാര്യങ്ങളാണ് താഴെ കാണാൻ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇത്രയും നേരം ജ്യോതിഷപങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്ത പങ്ക്തിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നല്ല നമസ്കാരം.